ഭക്തിസാന്ദ്രമായി തിരുവനന്തപുരം മേജർ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ആനയൂട്ട് നടത്തി. ആനപ്രേമികളും ഭക്തജനങ്ങളും ഉൾപ്പെടെ നിരവധി പേർ ആനയൂട്ടിൽ പങ്കെടുത്തു. ചരിത്രപ്രസിദ്ധമായ മേജർ ശ്രീകണ്ഠേശ്വര ക്ഷേത്രത്തിൽ ആനയൂട്ട് നടന്നു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ ആഭിമുഖ്യത്തിൽ നടന്ന ചടങ്ങിൽ തിരുവിതാംകൂർ രാജകുടുംബാംഗം അവിട്ടം തിരുനാൾ ആദിത്യവർമ്മ ആനകൾക്ക് ആദ്യ ഉരുള നൽകി. ക്ഷേത്ര സംരക്ഷണ സമിതിയും ദേവസ്വം ബോർഡും കൂടി ചേർന്ന് നടത്തുന്ന ആനയൂട്ടാണ്. ഇന്നിവിടെ ആദ്യമായിട്ടാണ് നടത്തുന്നത്. നമ്മുടെ കാളിദാസൻ എനിക്കൊന്ന് കേരളത്തിൽ പൊതുവെ അറിയപ്പെടുന്ന ഒരു ആനയാണ്. നല്ല തലയിൽപ്പെട്ട ആന, കൊമ്പൻ, ബാക്കിയൊക്കെ പിടിയാനകളാണ്. അടുത്ത വർഷം ഇതുപോലെ ഇതിലും ആനകൾ, ഇതിൻ്റെ 10 ഇരട്ടി ആനകളായിട്ട് ഈ മുറ്റം നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടായിട്ട്. 100ലധികം ആനപ്രേമികളും ഭക്തജനങ്ങളും ആനയൂട്ട് ചടങ്ങിൽ പങ്കാളികളായി. തിരുവനന്തപുരം തിരുവാറാട്ട് കാളിദാസൻ, ഉള്ളൂർ വേപ്പിൻമൂട് ഇന്ദിര, ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്ര മതിലകം സുദർശന ഉൾപ്പെടെ 5 ആനകളും ആനയൂട്ടിന്റെ ഭാഗമായി. ജനം, തിരുവനന്തപുരം.